തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കാലങ്ങളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊതിച്ചോറ് കൊടുത്തേക്കലും പതിവുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് പൊതിച്ചോറ് കൊടുക്കേണ്ട ദിവസമാണ്. പക്ഷെ എനിക്കാണെങ്കിൽ ഒടുക്കത്തെ നടുവേദന. ആ സമയത്താണ് കുട്ടികൾ അരയും തലയും മുറുക്കിയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പട്ടയുടെ തണ്ടേതെന്നറിയാത്ത ആൾ മടാളൊക്കെ എടുത്തിട്ട് വിറകൊക്കെ വെട്ടി തരുന്നുണ്ട്. കാരണം കുക്കറിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ തികയില്ല. അപ്പൊ അതാ അരി അടുപ്പത്തിട്ടു. ഇതാ ഓരോരുത്തർ ക്യാബേജ് നുറുക്കി തരുന്നു, തേങ്ങ ചെരുക്കി തരുന്നു. അങ്ങനെ ഭയങ്കര ഹെൽപ്പായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. കഴിഞ്ഞതോ എന്റെ വീഡിയോയിൽ കുറച്ച് പേര് വന്നിട്ട് നല്ല മക്കൾ നല്ല കുട്ടികൾ എന്നൊക്കെ കമന്റ് ഇട്ടതിന് ശേഷമാണല്ലോ ഇവർ ഇത്രയും ഉഷാറായിട്ടിരിക്കണേന്നുള്ള സത്യം ഞാൻ ആ സമയത്ത് തിരിച്ചറിഞ്ഞിട്ട് എന്തെങ്കിലും അവിടെ നമ്മുടെ കാര്യം നടക്കണമെന്ന് വെച്ചിട്ട് ഞാനൊന്നും മിണ്ടാൻ പോയില്ല. അപ്പൊ അവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഇതാ ചോറും കറികളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇതാ എല്ലാം നമ്മുടെ വീട്ടിൽ തീരിയില്ല. വിഷു പൂരം മാറാട്ടെ കൊടിയേറ്റം അതൊക്കെ കാരണം ഉള്ള വാഴയിൽ തേല മുഴുവൻ മുറിച്ചിട്ട് പേപ്പർ വാഴയിലാണ് ചോറ് പൊതിയണത്. അപ്പൊ ഇതാ ചോറ്, പയറ് പുഴുക്ക്, കാബേജ് തോരൻ, മാങ്ങ അച്ചാറ്, ചമ്മന്തി അങ്ങനെയുള്ള സംഭവങ്ങളും അതിന് മേലെ നമ്മുടെ പൊതിച്ചോറിന്റെ വികാരമായ ഓംലെറ്റും കൂടി വെച്ചിട്ട് നമ്മൾ ഇതാ പൊതിച്ചോറൊക്കെ കെട്ടി പൊതിഞ്ഞെടുക്കുകയാണ്. വാഴനാര് വെച്ചിട്ടാണ് കെട്ടിയത്. അപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചോറ് കൊടുത്തുകൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഏതോ ആൾക്കാർ എവിടെ ഇരിക്കുന്ന ആൾക്കാർ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മുടെ സ്നേഹം അവരും കൂടി അനുഭവിക്കലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇതാ കുട്ടികൾ വന്നിട്ടുണ്ട്, അവർക്ക് പൊതിച്ചോറ് കൊടുത്തു. അങ്ങനെ ഒരു പൊതിച്ചോറ് അവർക്ക് കെട്ടണം കൊടുത്തില്ല, നമുക്കും കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടി അത് ഇരുന്ന് കഴിച്ചു. നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് ഒരു മുട്ടച്ചോറും കൊടുത്തു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.